വിലക്കപ്പെട്ട പ്രണയം ഭാഗം 21. ക്യാബിനിലേക്ക് വാ. ഡോക്ടർ അത് പറഞ്ഞ് നേരെ അയാളുടെ ക്യാബിനിലേക്ക് നടന്നു. എബി അയാൾക്ക് പിന്നാലെ പോയി. ആമിയും എബിയും ആണ് അകത്തേക്ക് കയറിയത്. ചെറിയമ്മമ്മി പുറത്തു തന്നെ നിന്നു. ആള് മെഡിസിൻ കഴിച്ചിട്ടില്ല അല്ലേ? എബിയോട് അല്പം കർക്കശമായി തന്നെയാണ് അയാൾ അത് ചോദിച്ചത്. അതിന് എബി ഉത്തരവില്ലാതെ നിന്ന് പോയി. അവൻ്റെ നോട്ടം ആമിയുടെ നേർക്കാണ് അന്നേരം പോയി നിന്നത്. ഇന്നലെ മുത്തശ്ശി മെഡിസിൻ കഴിച്ചിട്ടില്ല സാർ. ആമി ഉത്തരം കൊടുത്തു. മെഡിസിൻ മുടക്കരുതെന്ന് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പോലും പറഞ്ഞതാണ്. പിന്നെന്താ ഇത്? അയാൾ ആമിയോടാണത് ചോദിച്ചത്. കാരണം കഴിഞ്ഞ തവണ മെഡിക്കൽ ചെക്കപ്പിന് വന്നപ്പോൾ ആമിയായിരുന്നു മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഡോക്ടർക്ക് അവളെ കണ്ടു പരിചയമുണ്ടായിരുന്നു. പിന്നെ എബിയെയും അറിയാം. അത് മുത്തശ്ശി മരുന്നെടുക്കാൻ മറന്നുപോയി. ഒരു സ്ഥലം വരെ പോയതാണ്. ആമി അത് പറഞ്ഞ് കുറ്റബോധം പോലെ തല താഴ്ത്തി. നത്തിങ് ടു വറി. മെഡിസിൻ കഴിക്കാതിരുന്നത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു. ബോഡി വീക്കായതാണ്. ബട്ട് മുറിവ് അതെന്ത് പറ്റിയതാണ്? ഡോക്ടർ തിരക്കി. അത് മുത്തശ്ശി താഴെ വീണതാണ്. കട്ടിലിലോ മതിലിലോ മറ്റോ ഇടിച്ചു കൊണ്ടതാവും. ആമി പറഞ്ഞതും ഡോക്ടർ തലയാട്ടി. ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. 7 സ്റ്റിച്ചും ഉണ്ട്. സ്കാനിങ് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യമൊക്കെ പറയാം. പക്ഷേ 7 സ്റ്റിച്ച് ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ആമിയും എബിയും ഞെട്ടിപ്പോയിരുന്നു. ഒരു വേള ആമിക്ക് വല്ലാത്ത വിഷമം പോലെ ആയിപ്പോയി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമിയും എബിയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എബി ആരോടും ഒന്നും സംസാരിക്കാതെ മൂകനായി നിന്നു. നിശബ്ദമായി കടന്നുപോയ ഒരുപിടി നിമിഷങ്ങൾക്കുള്ളിൽ ഡോക്ടർ വന്ന് പറഞ്ഞു മുത്തശ്ശിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടെന്ന്. സ്കാനിങ്ങിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതും എല്ലാവർക്കും സമാധാനമായി. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സമയം കൊണ്ട് തന്നെ എബിക്കുണ്ടായിരുന്ന വല്ലായ്മകളും പനിയും എല്ലാം പമ്പ കടന്നിരുന്നു. ഒരു നേഴ്സ് വന്ന് ഒരാൾക്ക് കയറി മുത്തശ്ശിയെ കാണാമെന്ന് പറഞ്ഞതും എബിയാണ് അകത്തേക്ക് കയറിയത്. അമ്മാമ്മേ. സൈഡിലിട്ടിരിക്കുന്ന കസേരയിലിരുന്നു കൊണ്ട് ക്യാനുല കുത്തിയിട്ടിരിക്കുന്ന മുത്തശ്ശിയുടെ കയ്യിൽ തലോടിക്കൊണ്ട് എബി പതിയെ വിളിച്ചു. തലയിൽ തന്നെ ഒരു വലിയ കെട്ടുമായി കിടക്കുകയാണ് പാവം. കുറച്ചു സമയം കൊണ്ട് തന്നെ ആളാകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. എബി മുത്തശ്ശിയെ അരുമയായി നോക്കി. എനിക്കൊന്നുമില്ല എബിക്കുട്ടാ. അവൻ്റെ ആകുലത നിറഞ്ഞ മുഖം കണ്ടിട്ടാവണം മുത്തശ്ശി ചെറിയൊരു പുഞ്ചിരിയോടെ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ മുത്തശ്ശിയുടെ പുഞ്ചിരിയോടെയുള്ള മുഖം കണ്ടിട്ടും എബിക്ക് യാതൊരു സന്തോഷവും തോന്നിയില്ല. നിന്റെ നെറ്റിയിൽ എന്ത് പറ്റിയതാ എബിക്കുട്ടാ? അടുത്തതായി എന്തെങ്കിലും എബി ചോദിക്കുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശിയുടെ ശ്രദ്ധ അവൻ്റെ നെറ്റിയിലെ ബാൻഡേജിലേക്ക് എത്തി നിന്നു. അത് ചോദിച്ചതും ഒരു നിമിഷം എബി എന്ത് പറയുമെന്നറിയാതെ പതറിപ്പോയി. അതൊന്നുമില്ല അമ്മമ്മേ. ഓഫീസിൽ വെച്ച് എൻ്റെ തലയൊന്ന് ചെറുതായിട്ട് കബോർഡിൽ ഇടിച്ചുകൊണ്ടതാണ്. വലിയ മുറിവൊന്നുമില്ല. വെറുതെ ആ കാര്യം കൂടി പറഞ്ഞ് മുത്തശ്ശിയെ വല്ലാതാക്കണ്ടെന്ന് കരുതി എബി നിസ്സാര കാര്യം പറയുന്നത് പോലെ മുത്തശ്ശിയോട് കാര്യം അവതരിപ്പിച്ചു. ഗ്രേസിയോ അമ്മിയോ ഒക്കെ എവിടെ? അവർ പുറത്തു നിൽക്കുന്നുണ്ട്. നേഴ്സ് വന്ന് ഒരാൾക്ക് മാത്രം അകത്തേക്ക് കയറി കാണാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ പുറത്തു നിന്നു. ഞാൻ മാത്രം അകത്തേക്ക് കയറിയതാണ്. അതിന് മുത്തശ്ശി ഒന്നും മൂളി. കുറച്ചു സമയം കഴിഞ്ഞതും നേഴ്സ് വന്ന് എബിയോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞതും അവനിറങ്ങി. 2 ദിവസം അവിടെ കിടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമി തന്നെ ബൈസ്റ്റാൻഡറായി നിന്നോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എബിയും ചെറിയ മമ്മിയും അതിൽ സമ്മതിച്ചു കൊടുത്തു. അല്ലെങ്കിൽ തന്നെ ചെറിയ മമ്മി നിൽക്കാമെന്ന് പറഞ്ഞാലും എബി അതിനെ സമ്മതിക്കില്ല. ആമിക്കും മുത്തശ്ശിക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നതിന് വേണ്ടി ചെറിയ മമ്മിയെ ആശുപത്രിയിൽ നിർത്തിക്കൊണ്ട് എബിയും ആമിയും തിരികെ വീട്ടിലേക്ക് പോയി. താനല്ലേ അമ്മാമ്മയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് മുത്തശ്ശി പോയപ്പോൾ താനെന്താണ് മെഡിസിനൊന്നും കൊടുത്തു വിടാതിരുന്നത്? എബി അവളോട് അല്പം കനപ്പിച്ച് തന്നെയാണത് ചോദിച്ചത്. ഒരു ഹോം നേഴ്സ് എന്ന് പറയുമ്പോൾ ശുശ്രൂഷിക്കുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ആമിയുടെ ഭാഗത്ത് തന്നെ തെറ്റുണ്ട് എന്നത് അവൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ മറന്നുപോയി. എൻ്റെ തെറ്റാണ്. ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് പറഞ്ഞപ്പോഴേക്കും ആമിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങിയിരുന്നു. അവൾ കരയുന്നത് കണ്ടതും ഒരു നിമിഷം എബിയും ആകെ വല്ലാതെയായി. അവളോടൊന്ന് ചോദിക്കണമെന്നേ കരുതിയുള്ളൂ. അതിനവൾ കരഞ്ഞു കളയുമെന്നത് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. കാരണം അവൾ അത്യാവശ്യം നന്നായി ധൈര്യത്തോடு തന്നെ സംസാരിക്കുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് അവൾ ഉള്ള കാര്യം അവനോട് തുറന്നു പറയും എന്നേ അവൻ ചിന്തിച്ചുള്ളൂ. ഇങ്ങനെ കരയുമെന്ന് കരുതിയില്ല. എടോ, താൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മാമ്മ അങ്ങനെ പോയപ്പോൾ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ പോയത്. എന്നിരുന്നാലും ഒരു പേര് മെഡിസിനെങ്കിലും അമ്മാമ്മയുടെ കയ്യിൽ കൊടുത്തു വിടണം ഇനി മുതൽ, കേട്ടോ? എബി അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തതും ആമി അതിന് തലയാട്ടിക്കൊണ്ട് കണ്ണുനീർ തുടച്ചു. പിന്നെ താനെന്തായാലും ബൈസ്റ്റാൻഡറായി ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അതിന് എൻ്റെ വക ഒരു താങ്ക് യു. കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം എബി വീണ്ടും അവളോട് പറഞ്ഞതും അവൾക്ക് കാര്യം മനസ്സിലാകാതെ വന്നതും അവൾ അവനെ സംശയത്തോടെ നോക്കി. എനിക്കെന്തായാലും നിൽക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ മുത്തശ്ശിയുടെ ആവശ്യങ്ങളൊക്കെ ശരിക്കും ചെയ്തു കൊടുക്കാനുള്ള ഒരു മരുങ്ങ് എനിക്കുണ്ടാകില്ല. മാത്രമല്ല എനിക്കിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. താനും കൂടി നിൽക്കില്ലെന്ന് പറയുമായിരുന്നെങ്കിൽ ചെറിയ മമ്മി നിൽക്കേണ്ടി വന്നേനെ. അങ്ങനെ ചെറിയ മമ്മി അവിടെ നിർത്തുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല.
എബി അത് പറയുമ്പോൾ തന്നെ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അതെന്താ? അവന് ചെറിയ മമ്മിയോട് അത്ര വലിയ രസമല്ല എന്ന് മനസ്സിലായ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാകാതെ വന്നതും അവൾ എന്താണെന്ന് അവനോട് ചോദിച്ചു. ഇപ്പോൾ ആൾ കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കും. നാളെ ഇതിനൊക്കെ കണക്ക് പറയും. പക്ഷേ അത് നമ്മളോടായിരിക്കില്ല, ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. എബി ഒന്ന് നെടുവീർപ്പിട്ടു. ആമിയാണെങ്കിൽ അവനെ ആണോ എന്ന രീതിയിൽ നോക്കി. വേഗത്തിൽ തന്നെ തിരികെ എത്തി. രാത്രിയായപ്പോൾ എബിയും ചെറിയ മമ്മിയും വീട്ടിലേക്ക് പോയി. ആമി മുത്തശ്ശിയുടെ കൂടെ തങ്ങി. മുത്തശ്ശി ഉറങ്ങുന്നത് നോക്കി അങ്ങനെയിരുന്നു. അവൾക്ക് ഉറങ്ങാൻ തോന്നിയില്ല. എങ്ങാനും മുത്തശ്ശിക്ക് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ? അങ്ങനെ നേരം വെളുക്കുവോളം ആമി മുത്തശ്ശിയെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു. മുത്തശ്ശി രാവിലെ എഴുന്നേറ്റപ്പോഴൊക്കെ ആമി മുത്തശ്ശിയെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ നീ? എഴുന്നേറ്റ പാടെ മുത്തശ്ശി ആമിയോട് ചോദിച്ചു. ആമിയുടെ മുഖത്തു നിന്ന് തന്നെ ആ ക്ഷീണം വ്യക്തമായിരുന്നു. മുത്തശ്ശിയുടെ ചോദ്യത്തിന് ആമി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. കുറച്ചു കഴിഞ്ഞ് മുത്തശ്ശിയെ ഒന്ന് ഫ്രഷാക്കി കഴിഞ്ഞപ്പോൾ രാവിലെയുള്ള കാപ്പിയും ഭക്ഷണവും ഒക്കെ എത്തി. അത് കഴിച്ചു തുടങ്ങുന്ന സമയം തന്നെയായിരുന്നു എബി അങ്ങോട്ടെത്തിയത്. ചെറിയ മമ്മി എവിടെ? എഴുന്നേറ്റിട്ടില്ല. യാത്രാക്ഷീണം കാണും. പിന്നെ ഇന്നലെ ഓഫീസിലേക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് നേരത്തെ പോകണം. എബി അത് പറഞ്ഞ് മുറിക്കകത്തേക്ക് കയറി. എങ്ങനെയുണ്ട് അമ്മാമ്മേ? അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. മുത്തശ്ശി പറഞ്ഞതും എബി ഒന്ന് ചിരിച്ചു. 2 ദിവസം ഇവിടെ റെസ്റ്റ് എടുക്ക്, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. തമാശ പറയുന്നത് പോലെ എബി പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിലൊന്ന് ചുംബിച്ച് പുറത്തേക്കിറങ്ങി. ഇറങ്ങുന്നതിന് മുന്നേ ആമിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കാനും അവൻ മറന്നില്ല. ഭക്ഷണമെല്ലാം ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട എന്ന് മുത്തശ്ശി തന്നെയാണ് പറഞ്ഞത്. രാവിലെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിലും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന കുറച്ച് പേരൊക്കെ മുത്തശ്ശിയെ വന്ന് കണ്ടിരുന്നു. പിന്നെ കുറച്ച് സമയം മുത്തശ്ശി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ സമയമായത്. അങ്ങനെ ആമി ഉച്ചയ്ക്ക് മുത്തശ്ശിക്കുള്ള ഭക്ഷണം കൊടുത്തിരിക്കുന്ന സമയമാണ് വാതിലിൽ ആരോ കൊട്ടുന്നത് കേട്ടത്. ഇതാരാവോ എന്ന് ചിന്തിച്ച് ആമിയും മുത്തശ്ശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശേഷം ആമി തന്നെയാണ് പോയി വാതിൽ തുറന്നു കൊടുത്തത്. ചെറിയ മമ്മി ആയിരുന്നു വന്നത്. ആമി മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. ആമി എന്നവളെ യാതൊരു വകയും വെക്കാതെ അവരകത്തേക്ക് കയറി. യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് ഉറങ്ങിപ്പോയി ചേച്ചിക്കുഞ്ഞെ. രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതാണ്. അവർ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അതിന് മുത്തശ്ശി അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഒരു പരിധിവരെ അവരുടെ സ്വഭാവമൊക്കെ മുത്തശ്ശിക്ക് അറിയാമല്ലോ. ആമി ഒരു കാഴ്ചക്കാരിയെ പോലെ അങ്ങോട്ട് നീങ്ങി നിന്നു. ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നിനും നിന്നില്ല. അതല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു ഗ്രേസി, യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണമൊക്കെ നല്ല രീതിയിൽ നിനക്ക് കാണുമെന്ന്. അതുകൊണ്ട് ഞാനത് പ്രതീക്ഷിച്ചൊന്നുമില്ല. ചുണ്ടിൽ ഒരിളം പുഞ്ചിരിയോടെ തന്നെയാണ് മുത്തശ്ശി അതിന് ഉത്തരം കൊടുത്തത്. മുത്തശ്ശി പറയുന്നത് കേട്ടതും ഗ്രേസിക്ക് ചെറുതായി ഒരു ചളിപ്പ് തോന്നി. കാരണം അത് ആമിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. എന്താണെന്നറിയില്ല ചേച്ചിക്കുഞ്ഞെ, ആകെ മൊത്തം ശരീരത്തിനൊരു വേദനയാണ്. അവർ സ്വയം വേദനയുടെ മുഖഭാവം എടുത്തണിഞ്ഞുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി അതിനെല്ലാം കണ്ടിരുന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. ആമിയും അങ്ങനെ തന്നെ. എല്ലാവർക്കും അവരവരുടേതായ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകില്ലേ ഗ്രേസി? മുത്തശ്ശി ചെറുതായി ചെറിയ മമ്മിയെ ഒന്ന് കുത്തി പറയുന്ന രീതിയിലാണത് പറഞ്ഞത്. അത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ആമിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മുഖത്തോ പെരുമാറ്റത്തിലോ യാതൊരു ഉളുപ്പും ചളിപ്പും ഇല്ലാതെ അവരവിടെ തന്നെ ഇരുന്നു. വിരുന്നുകാരെ പോലെ വന്ന് കാര്യങ്ങളൊക്കെ വെറുതെ അന്വേഷിച്ചതിന് ശേഷം ചെറിയ മമ്മി തിരികെ തനിക്ക് വയ്യെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയിരുന്നു. അവരുടെ ആ ഒരു പെരുമാറ്റം കണ്ടതും ആമിക്ക് അവരോട് എന്തോ ഒരു ദേഷ്യം പോലെ തോന്നി. കാരണം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ചേച്ചിയല്ലേ. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ താൻ നിൽക്കുന്നത് പോലെ അവരാണ് ശരിക്കും ഇവിടെ നിൽക്കേണ്ടത്. മാത്രമല്ല അവരുടെ കൂടെ പോയതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർ കാണിച്ചതൊട്ടും ശരിയായില്ലെന്നൊരു ചിന്ത അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു വിരുന്നുകാരിയെ പോലെ വന്ന് അവർ പോയതിൽ മുത്തശ്ശിക്കും ചെറിയൊരു വിഷമം തോന്നാതിരുന്നില്ല. അത് മുത്തശ്ശിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആമിക്ക് മനസ്സിലായ കാര്യമാണ്. എബിയുടെ തല പൊട്ടിയ കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത്? അത് സാറ് തന്നെയാണ് പറഞ്ഞത് മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ടെന്ന്. ഇനി അത് പറഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നു പറഞ്ഞ് പറയാതിരുന്നതാണ്. അധികം വലിയ മുറിവാണോ അവൻ്റെ നെറ്റിയിൽ? ഇല്ല, ചെറുതാണ്. ഞാൻ പോയപ്പോൾ അവൻ നിന്നോട് ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്തോ? അവൻ ആമിയോട് അല്പം രസക്കുറവുള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശി ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല മുത്തശ്ശി. ആമി ചിരിയോടെ തന്നെ പറഞ്ഞു. കാരണം ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദ ബന്ധം ഇരുവരുടെയും ഇടയിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ദേഷ്യക്കാരനും പരിക്കൻ സ്വഭാവമുള്ള ആളാണെന്നൊക്കെ തോന്നുമെങ്കിലും എബി ഒരു പാവാണെന്നുള്ളത് ആമി ഈ ദിവസങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. അങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഡോക്ടർ റൗണ്ട്സിന് വന്നിരുന്നു. നാളെ ഡിസ്ചാർജ് ആകുമെന്നാണ് ഡോക്ടർ വന്നപ്പോൾ ആമി ചോദിച്ചപ്പോൾ പറഞ്ഞത്. മുത്തശ്ശിക്കാണെങ്കിൽ അവിടെ അങ്ങനെ ഇരുന്ന് ആകെ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
വീട്ടിലായിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ശീലമില്ലല്ലോ. എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കും. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുക എന്നത് മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ എബി ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നേരെ ആശുപത്രിയിലേക്കെത്തി. അവിടെ ചെറിയ മമ്മി എന്നൊരാളുണ്ടോ എന്ന് പോലും അവൻ അന്വേഷിക്കാൻ നിന്നില്ല. അവൻ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആയിട്ടാണ് വന്നത്. ചെറിയ മമ്മി വന്നിട്ടുണ്ടായിരുന്നോ? സംസാരിച്ചിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് എബി അത് ചോദിച്ചത്. മുത്തശ്ശി അതിന് മറുപടി ഒന്നും പറയാതെ വന്നതും അവൻ ആമിയുടെ നേർക്ക് നോക്കി. വന്നിട്ടുണ്ടായിരുന്നോ? പാടില്ല, വയ്യെന്നൊക്കെ പറഞ്ഞ് വേഗം പോവുകയും ചെയ്തു. ആമി അങ്ങനെ പറഞ്ഞതും അവൻ മുത്തശ്ശിയെ ഒന്ന് നോക്കി. അമ്മാമ്മയ്ക്കത് വേണം. അവരവരുടെ സ്വന്തം കാര്യം കഴിഞ്ഞേ മറ്റുള്ളവരുടെ കാര്യം നോക്കുകയുള്ളൂ. അങ്ങനെയല്ല, അവർക്ക് സ്വന്തം കാര്യം മാത്രമാണ് വലുത്. അമ്മാമ്മയോട് എത്ര പറഞ്ഞാലും അതൊന്നും കേൾക്കില്ല. ഇപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവരുടെ കൂടെ ഈ യാത്ര പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതവർക്ക് ഒറ്റയ്ക്ക് പോയി വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും വെറുതെ ഒരാളെ വലിച്ചു കയറ്റി കൊണ്ടുപോയി രോഗിയാക്കി തിരിച്ചു കൊണ്ടുവന്നു. എബി ഓരോന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ തല താഴ്ന്നു പോയിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ വായിൽ നിന്നിതെല്ലാം കേൾക്കേണ്ടി വരുമെന്നുള്ളത് മുത്തശ്ശി പണ്ടേ നനച്ചിരുന്നതാണ്. അമ്മാമ്മയ്ക്ക് പിന്നെ ഇതൊന്നും തലയിലേക്ക് കയറില്ല. ചെറിയ മമ്മി രണ്ട് സ്നേഹത്തോടെയുള്ള വർത്താനം പറയുമ്പോൾ അമ്മാമ്മ അവരുടെ സൈഡിലേക്ക് പോകും. എബി ഒരു പുച്ഛത്തോടെയാണത് പറഞ്ഞത്. ആമി ഒന്നും പറയാൻ പോയില്ല. മുത്തശ്ശിയും അവനോടൊന്നും സംസാരിക്കാൻ പോയില്ല. കാരണം അവനെ എതിർത്ത് പറയാൻ തൻ്റെ പക്കലൊന്നുമില്ല. അവൻ പറയുന്നതെല്ലാം കൃത്യമായ കാര്യം തന്നെയാണ്. ഇതിപ്പോൾ കഴിഞ്ഞു പോയ കാര്യമല്ലേ എബി, ഇനി വെറുതെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. അതിനെക്കുറിച്ച് ആലോചിക്കണ്ടെന്നോ? വീട്ടിലേക്ക് എത്തട്ടെ, അവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. എബി അല്പം ദേഷ്യത്തോടെ തന്നെയാണത് പറഞ്ഞത്. നീ ഒന്നും പറയാൻ നിൽക്കണ്ട എബി. ഗ്രേസി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നിരിക്കുന്ന വിരുന്നുകാരിയാണ്. എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അത് ആലോചിക്കണം. അതിഥി ദേവോ ഭവ എന്നാണ്. മുത്തശ്ശി അവനെ ഒന്ന് ശാന്തനാക്കാൻ ശ്രമിച്ചു. പക്ഷേ എബിയുടെ ചെവിയിലേക്ക് അതൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എബി പോകാൻ ഇറങ്ങിയത്. അത്രയും നേരം മുത്തശ്ശിയോട് ഓരോ കാര്യങ്ങളൊക്കെ അവൻ സംസാരിച്ചങ്ങനെയിരുന്നു. ഒടുക്കം മുത്തശ്ശിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് സ്വയം കിടന്നതാണ്. മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞതും എബി പോകാനിറങ്ങി. ക്യാഷ് വല്ലതും വേണോ ഇനി? അവൻ പോകുന്നതിന് മുന്നേ ആമിയോട് ചോദിച്ചു. രാവിലെ വന്നപ്പോൾ പൈസ കൊടുത്തിരുന്നതാണ്. ഇനി അതെന്തെങ്കിലും രീതിയിൽ ചിലവായി പോയിട്ടുണ്ടോ എന്ന് കരുതിയാണ് അവൻ വീണ്ടും അവളോട് പൈസയ്ക്ക് വല്ലതും വേണോ എന്ന് ചോദിച്ചത്. ഇല്ല, രാവിലെ തന്നത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡിൻ്റെ ക്യാഷ് ബില്ലിൽ ആഡ് ചെയ്തിട്ടായിരിക്കും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡിസ്ചാർജ് ആക്കാൻ നാളെ വൈകുന്നേരം ആകുമെന്നാണ് പറഞ്ഞത്. ഡിസ്ചാർജ് ആയാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം. അത് പറഞ്ഞ് എബി താഴേക്കിറങ്ങി. പിറ്റേ ദിവസം ഉച്ചയോടെ മുത്തശ്ശിക്ക് ഡിസ്ചാർജ് ആയിരുന്നു. എബി എത്തി ബില്ലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് 3 പേരും കൂടി പോകുന്നത്. തിരികെയുള്ള യാത്രയിൽ എബി ആകെ സൈലൻ്റ് ആയിരുന്നു. അത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണെന്നാണ് ആമിക്കും മുത്തശ്ശിക്കും തോന്നിയത്. മുത്തശ്ശി വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ചെറിയ മമ്മി ഓടിപ്പിടഞ്ഞ് പുറത്തേക്ക് വന്നു. പിന്നീട് എബിയെ കാണിക്കാനാണോ എന്നറിയില്ല, മുത്തശ്ശിയെ ഭയങ്കരമായിട്ട് താങ്ങുന്നു, പിടിക്കുന്നു, നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ എന്തൊക്കെയോ കുറേ നാടകങ്ങൾ അവർ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. തുടരും. 1-2 ദിവസം സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്മാമ്മ മരിച്ചിരിക്കുവാണ്, അതുകൊണ്ടാണ് സ്റ്റോറി റെക്കോർഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റാതിരുന്നത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ആൻഡ് ഈ ഒരു പാർട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എഡിറ്റിങ്ങിൻ്റെ ടൈമിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന് സൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷഫിളായി പോയിട്ടുണ്ടായിരുന്നു. സോ എനി കൈൻഡ്സ് ഓഫ് എറേഴ്സ് ഇൻ ദ വോയിസ് ഓവർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. ബിക്കോസ് ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആവണുള്ളൂ. ടൈം എന്തോ കൂടിപ്പോണം, എന്തൊക്കെയോ പറ്റി. സോ അതൊന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.